ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ ബോർഡ് എക്സാം കാര്യങ്ങളൊക്കെ ഇങ്ങ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. സോ അതിൽ നിന്ന് സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. സോ അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് L1 related to L2 if L1 perpendicular to L2 where L1 and L2 are straight lines in a plane. അപ്പോൾ ഒരു പ്ലെയിനിലുള്ള രണ്ട് ലൈനുകളാണ് L1 L2, അത് റിലേറ്റ് ആകണമെങ്കിൽ അവർ പെർപെൻഡിക്കുലർ ആകണം. സോ ഈ ഒരു റിലേഷൻ ആക്ച്വലി എന്താണ് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഇത് മൂന്നുമാണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. സോ അതിന് നമുക്ക് ആദ്യം റിഫ്ലെക്സീവ് നോക്കാം. ഓക്കെ, റിഫ്ലെക്സീവ് മക്കളെ, റിഫ്ലെക്സീവ് എന്താ പറയുന്നേ, അത് അതിനോട് തന്നെ റിലേറ്റ് ആകണം. സോ L1 റിലേറ്റഡ് ടു L1 തന്നെ ആകണം. ഓക്കെ, അങ്ങനെ ആകാൻ പറ്റുമോ? ഒരു ലൈൻ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ വരച്ചാൽ ആ ലൈനുമായിട്ട് തന്നെ ഈ കേസിൽ റിലേറ്റ് ആവോ? ഇല്ല, കാരണം ഒരു ലൈൻ ആ ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 0 ഡിഗ്രി ആണ്, പെർപെൻഡിക്കുലർ ആകില്ല. സോ ഇതെന്തല്ല മക്കളെ, ഇത് റിഫ്ലെക്സീവ് അല്ല. ഓക്കെ, അടുത്ത് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. നിങ്ങൾ ലൈക്ക് എന്താണ്, അവർ പെർപെൻഡിക്കുലർ ആകില്ല എന്ന് പറഞ്ഞിട്ട് റിഫ്ലെക്സീവ് അല്ല എന്ന് പറഞ്ഞ് എഴുതാം. അടുത്ത് സിമെട്രിക്. ഓക്കെ, സിമെട്രിക് നോക്കിക്കേ. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, L1 റിലേറ്റഡ് ടു L2 ആണെങ്കിൽ L2 റിലേറ്റഡ് ടു L1 ആകണം. അത് നമുക്ക് ഇവിടെ ചിത്രത്തിലൂടെ വരച്ചു നോക്കാം. ഇത് ആദ്യത്തെ L1 എന്ന് പറയുന്ന ലൈൻ, ഇത് L2 എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, ഇത് L1, ഇത് L2. ഓക്കെ, ഇവിടെ നമുക്കറിയാം L1 പെർപെൻഡിക്കുലർ ടു L2 ആണ്. അപ്പോൾ L1ഉം L2ന്റെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. തിരിച്ച് L2 റിലേറ്റഡ് ടു L1 പറയാൻ പറ്റുമോ? L2നും L1നും ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? 90 ഡിഗ്രി തന്നെയാണ്. സോ L1 നമുക്ക് ഇവിടെ നിന്ന് പറയാം L1 റിലേറ്റഡ് ടു L2 ആണെങ്കിൽ ഓക്കെ ഇംപ്ലൈസ് L1 perpendicular to L2 which implies നമുക്ക് എന്ത് പറയാം, L2 perpendicular to L1 which implies L2 related to L1. സോ ഇതെന്താണ് മക്കളെ, സിമെട്രിക് ആണ്. ഇതെന്താണ്, സിമെട്രിക് ആണ്. അടുത്ത് ട്രാൻസിറ്റീവ് നോക്കാം. ട്രാൻസിറ്റീവ് നോക്കിക്കേ മക്കളെ. ട്രാൻസിറ്റീവ് എന്താ പറയുന്നത്, L1 റിലേറ്റഡ് ടു L2, L2 റിലേറ്റഡ് ടു L3 ആണെങ്കിൽ L1 റിലേറ്റഡ് ടു L3 വരണം എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. അത് നമുക്കൊരു ഫിഗറിലൂടെ പറയാം. നോക്കിക്കേ, ഞാൻ L1 ആയിട്ട് ഈ ലൈൻ എടുക്കുന്നു, L2 ആയിട്ട് ഈ ലൈൻ എടുക്കുന്നു. ഓക്കെ, സോറി, L2 ആയിട്ട് നമുക്ക് പെർപെൻഡിക്കുലർ ലൈൻ വേണ്ടേ. സോ L2 ആയിട്ട് ഞാൻ ഈ ലൈൻ എടുക്കുന്നു, L3 ആയിട്ട് ഞാൻ ഈ ലൈൻ എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നോക്കിക്കേ മക്കളെ, L1 പെർപെൻഡിക്കുലർ ടു L2 ആണ്, അവർക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. തിരിച്ച് L2 പെർപെൻഡിക്കുലർ ടു L3 ആണ്, പക്ഷേ L1 പെർപെൻഡിക്കുലർ ടു L3 ആണോ? അല്ല, ഈ കേസിൽ അത് പാരലൽ വരുന്നുണ്ട്. സോ നമുക്കത് പറയാൻ പറ്റില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് ആണോ? അല്ല മക്കളെ, കാരണം അല്ലാത്തൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നുണ്ട്. സോ ട്രാൻസിറ്റീവും അല്ല. സോ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇത് സിമെട്രിക് ആണ്, പക്ഷേ റിഫ്ലെക്സീവോ ട്രാൻസിറ്റീവോ അല്ല.